കൂടുതലായും ചേരയാണല്ലോ നമ്മളവിടെ കാണുക. പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് ചില പൊതുജനത്തിൽ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞതല്ല ഇത് വിഷമുള്ളതാണോ അല്ലയോ എന്നൊന്നും. ചേര കടിച്ചാൽ ചേര എന്ന് പറയുന്നത് നമ്മുടെ കർഷകൻ്റെ ബന്ധുവാണ് ശരിക്കും. ചേരപ്പാമ്പ് ഒരു വീട്ടിലുണ്ടായിരിക്കണം എന്നാണ് പണ്ട് കാലത്തൊക്കെ പറയുക. ഒന്നോ രണ്ടോ ചേരപ്പാമ്പ് ഉണ്ടെങ്കിൽ ആ കൃഷി ചിലപ്പോൾ ആ ഒരു മരച്ചീനി അല്ലെങ്കിൽ കൊള്ളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ചേരപ്പാമ്പ് ഉണ്ടെങ്കിൽ ആ കൊള്ളിയൊക്കെ കൃത്യമായിട്ട് അവർ കിട്ടുന്നുണ്ട് അവർ പറയുക. അപ്പോൾ അതൊരു കർഷകൻ്റെ ബന്ധുവാണ്. അത് അങ്ങനെ ആരെയും അങ്ങനെ പെട്ടെന്നൊന്നും കടിക്കൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിച്ചത് കടിച്ച വിഷമില്ല. ചേരപ്പാമ്പ് ധാരാളമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മൂർഖൻ്റെ മാതിരി തോന്നുന്ന ആളുകൾക്ക് ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാൽ അലർജിയുടെ മരുന്നുകളും അത് ആ മുറിവിനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റിലൊക്കെ അത് മാറിപ്പോകാറുണ്ട്. ഈ അലർജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ശരിക്ക് വിഷമുള്ള പാമ്പ് കടിച്ച് മരുന്ന് ചെയ്യുകയാണെങ്കിലും അതിനും അലർജി ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ തിരിച്ചറിയാം. അല്ലാതെ അത് വെച്ച് കഴിഞ്ഞാൽ വിഷം ശരീരത്തിൽ വരുമ്പോൾ ഇപ്പോൾ വിഷമുള്ള പാമ്പ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ സിംറ്റംസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തലകറക്കം അല്ലെങ്കിൽ ബ്ലഡ് ശരീരത്തിൽ നിന്ന് വരും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചേരയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊന്നും നീർക്കെട്ട് ഒരു സൂചി കുത്തിയാൽ ചുറ്റുവട്ടത്ത് വീർക്കുന്ന മാതിരി നീർക്കെട്ടുണ്ടാവും, ചെറിയൊരു കടിയുണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനും ഇത് തന്നെയാണല്ലോ. അതിന് ഭക്ഷണം കിട്ടാനായിട്ട് അതിങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ അത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷമൊന്നും അതിൽ നിന്ന് വരില്ല.